വീട്ടിൽ തെറാപ്പി ചെയ്യുന്നത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പരിശീലിപ്പിക്കണം. പക്ഷെ പരിശീലനം വീട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങിയാൽ ഒരിക്കലും കുഞ്ഞിന് അൾട്ടിമേറ്റ്ലി പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. ക്ലിനിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ് ഈ കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തുകയും പ്രശ്നത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലിൽ ഒരു ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സെറ്റിങ്ങിൽ കുഞ്ഞിനെ കൊണ്ടുപോയി ഈ ക്വാളിഫൈഡ് അല്ല എക്സ്പീരിയൻസ് ക്ലിനീഷ്യൻ തന്നെ വേണം കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാൻ. ഈ പാരന്റ് ഈ ക്ലിനീഷ്യനോടൊപ്പം ഇരുന്ന് ഈ കുഞ്ഞിന് എങ്ങനെയാണ് സ്പീച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്, അല്ലെ സ്പീച്ചിലുള്ള പ്രശ്നങ്ങൾ മറികടക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നേരിട്ട് നിരീക്ഷിച്ച് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് മനസ്സിലാക്കി കുഞ്ഞിനെ റിയൽ ലൈഫ് ആക്ടിവിറ്റീസിലൂടെ വീട്ടിൽ പരിശീലിപ്പിക്കും. അപ്പോൾ ജുവൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസമാണ്. ഒരു മാസം ഒരു കുഞ്ഞ് തെറാപ്പിക്ക് മാതാവിനോടോ അല്ലെ പിതാവിനോടൊപ്പം വരുമ്പോൾ ഒരു ദിവസം ഈ പേരന്റ് ഡേ ആണ്. അന്നത്തെ ദിവസത്തെ തെറാപ്പി പൂർണ്ണമായിട്ടും ഈ പേരന്റ് ആണ് ചെയ്യേണ്ടത്. അത് സൂപ്പർവൈസ് ചെയ്യുന്നത് ഈ ക്ലിനീഷ്യനാണ്. എന്തുകൊണ്ടാണ് ഈ പേരന്റ് ഒരിക്കലും ഈ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഡിപ്പെൻഡൻ്റ് ആകാതെ സ്വതന്ത്രമായിട്ട് ഈ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യാനുള്ള സ്കിൽസ് പഠിച്ചെടുക്കാനും സ്വതന്ത്രമായിട്ട് കുഞ്ഞിനെ ട്രെയിൻ ചെയ്യാനുള്ള കഴിവുകൾ നേടിയെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ മാത്രമേ പേരന്റിന് വീട്ടിൽ പോയി കുഞ്ഞിനെ പരിശീലിപ്പിക്കാനുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു കാര്യപ്രാപ്തി നേടിയെടുക്കാൻ പറ്റുള്ളൂ.